ഇന്ന് മുതൽ എൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങാണ് കേട്ടോ. കുറച്ച് ദിവസം ഇവിടെ കാണും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇത്ര നാൾ ഞാൻ അമ്മയുടെ വീട്ടിലല്ലേ പോയത്, ഇത്തവണ അമ്മ എൻ്റെ വീട്ടിൽ വരിക. ജീവൻ നീ വാഴും നീ ദൈവം ഇന്നത്തെ എൻ്റെ ഫുഡിൽ പപ്പയമ്മ മയങ്ങി വീഴണം. അല്ല, അങ്ങനെ മയങ്ങി വീഴണം എന്നല്ല, പേടിയാവുന്നു. മയക്കത്തില്ല, അതല്ലേ അനസ്തേഷ്യ ഇല്ല. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്ന് മുതൽ എൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ. എനിക്ക് മറ്റന്നാളാണ് സർജറി. നാളെ പപ്പയും അമ്മയും വരുന്നുണ്ട് ഇവിടെ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണ്ട. ഒന്നാമത്തെ കാര്യം, പപ്പയും അമ്മയും വരുന്നതുകൊണ്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് സെറ്റാക്കണം. നമ്മുടെ ഗസ്റ്റ് റൂമിൽ ഞങ്ങൾക്ക് കട്ടിലില്ല, നമ്മുടെ റൂമിൽ മാത്രമേ കട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുക്കൊക്കെ കിടക്കാൻ വന്നാലും ആര് വന്നാലും നമ്മൾ നിലത്ത് പാവിരിച്ചാണ് കിടക്കാറ്, ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ട്. പക്ഷേ അമ്മയ്ക്ക് പിന്നെ കുഴപ്പമില്ല, പപ്പയ്ക്ക് ഭയങ്കര പാടാണ്. മുട്ടുവേദനയൊക്കെ ആയിട്ട് പപ്പയ്ക്ക് മുട്ട് മടങ്ങില്ല, അപ്പോൾ പപ്പയ്ക്ക് തറയിൽ കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഒരു കട്ടിൽ മേടിക്കണം, ബെഡ് മേടിക്കണം, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കുട്ടി കുട്ടി ഐറ്റംസ്, പിന്നെ പച്ചക്കറികളും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യണം, കിച്ചണിലെ കുറേ ഐറ്റംസൊക്കെ മേടിക്കണം. അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ജോലി. എൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. നല്ല അവർ പറഞ്ഞിരുന്നത് നമ്മൾ പോകുന്നുണ്ടെന്ന് മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല, പെർഫ്യൂം യൂസ് ചെയ്യാൻ പാടില്ല, നല്ല പ്യുവർ കോട്ടൺ ഡ്രസ്സൊക്കെ ഇടണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. അതൊക്കെ എനിക്ക് പെട്ടെന്ന് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന കാര്യം. അപ്പം ഇന്നിപ്പം ഇഷാൻ ഓഫീസിൽ പോയി, ഞാനും ബാലുവും അനന്തും കൂടെ ഞങ്ങൾ 3 നേരം കൂടിയാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ സർജറിയുടെ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഓക്കെ ആയിട്ട് വരും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് സർജറി കഴിഞ്ഞ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ചേച്ചി പേടിക്കാനൊന്നുമില്ല, ഓക്കെയാണ്, ഞങ്ങളിപ്പോൾ കണ്ണാടി ഇല്ലാതെ എല്ലാം കാണുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്. എനിക്ക് വായിച്ചപ്പോൾ നല്ല സമാധാനമായി. എന്നാലും ദിവസം അടുത്തപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്. മറ്റന്നാളിൽ എനിക്ക് ഒന്നാമത്തെ എനിക്ക് വേദനിക്കുമെന്നുള്ളതാണ്. ഞാൻ മറ്റു വീഡിയോയിലും പറഞ്ഞത് എൻ്റെ ബോഡി പെയിനോട് ഭയങ്കര സെൻസിറ്റീവാണ്. അന്ന് ലേസർ ചെയ്തതിനന്ന് എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. ഇത് യൂഷ്വലി പെയിൻലെസ് പ്രോസസ്സാണ്, പക്ഷേ എനിക്ക് വേദന എടുക്കുമോ എന്നൊരു ടെൻഷൻ എനിക്കുണ്ട്. അതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു ടെൻഷൻ. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക്, ഒരു 3-4 ദിവസത്തേക്ക് ഫോൺ നോക്കാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി മലർന്ന് തന്നെ കിടക്കണം, ചരിഞ്ഞൊന്നും കിടക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് എൻ്റെ ടെൻഷൻ. കാര്യം ഞാൻ ഉറങ്ങണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ മലർന്ന് കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല. എനിക്ക് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ചരിഞ്ഞ് കിടന്നാൽ എനിക്ക് ഉറക്കം വരുള്ളൂ. ഞാൻ ഇനി ഒരു 3-4 ദിവസം എങ്ങനെ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. ഫുൾ ടൈം കിടക്കണം, ഫോൺ നോക്കാൻ പറ്റില്ല, ലാപ്ടോപ്പ് നോക്കാൻ പറ്റില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ യൂട്യൂബിൻ്റെ ആയാലും വർക്കിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങളും ഫോണാണ്. ഫോണില്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകും. കാര്യം ഫോണിലാണ് എല്ലാം വിളിക്കുന്നത്, മെസ്സേജ് അയക്കുന്നത്, എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം ഫോണും ലാപ്ടോപ്പുമാണ്. അപ്പോൾ അത് രണ്ടും ഒരു 3-4 ദിവസത്തേക്ക് പറ്റത്തില്ല. അപ്പോൾ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ എന്താവും, എനിക്ക് റീൽസും ഷോർട്സും ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഈ ചാനൽ നമുക്ക് എല്ലാം കൂടെ ഏൽപ്പിക്കാനും പറ്റത്തില്ല. കാര്യം ഓഫീസുണ്ട്, അവിടുത്തെ വർക്കും കാര്യങ്ങളും, അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കാര്യങ്ങളും കൂടെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു സമാധാനവും സന്തോഷം എന്ന് പറയുമ്പോൾ പപ്പയും അമ്മ ഇവിടെ ഉണ്ട്. ആദ്യമായിട്ടാണ് പപ്പയും അമ്മ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരാഴ്ച വരെ ഉണ്ടാവും. പിന്നെ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇഷാന് ഡൽഹിയിൽ മനേസറിൽ പോകേണ്ടി വരും. അവിടെ കൊറിയൻ ക്ലയൻറ്റ് എന്തോ വരുന്നുണ്ട്, അപ്പം അത് പോകും. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു വിഷമം. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷനുണ്ട് ഇങ്ങനെ മനസ്സിൽ. പിന്നെന്താ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വിചാരിച്ചിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു, ഞങ്ങൾ വിചാരിച്ച് പ്രഗ്നൻ്റ് ആണെന്ന്, നിങ്ങൾ ഫേക്ക് തംബ്നെയിൽ ഇട്ട് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഫേക്ക് തംബ്നെയിൽ അല്ല ഇട്ടത്. ഞാൻ ആ വീഡിയോയിൽ ഒരിടത്തും പ്രഗ്നൻസി എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, അതിൻ്റെ തംബ്നെയിലും ചെയ്തിട്ടില്ല, ക്യാപ്ഷനിലും ചെയ്തിട്ടില്ല, ഒരിടത്തും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് പ്രതീക്ഷകളോടെ ഡോക്ടറെ കാണാമെന്നുള്ളൊരു ആ ഒരു സെൻറ്റൻസ് വെച്ചതായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധരിച്ചത്. അത് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ പറയാണ്, ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അന്ന് ഡോക്ടറെ കാണാൻ പോയത്. കാര്യം ഞാൻ 2006 മുതൽ കണ്ണാടി വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നമാണ് ഞാൻ കണ്ണാടി ഇല്ലാതെ എല്ലാവരെയും കാണുന്നു, സിനിമ കാണാൻ പോകുന്നു, ഒരു ക്ലാരിറ്റി ഉള്ളൊരു പിക്ചർ എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുന്നത് എൻ്റെ വലിയ സ്വപ്നമാണ്. അപ്പം ആ ഒരു ക്യാപ്ഷൻ ആയിരിക്കാം ചിലപ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത്. പക്ഷെ അത് ഞാൻ അങ്ങനെ ഒരു വ്യൂസിന് വേണ്ടിയിട്ട്, ഒരു ഫേക്ക് തംബ്നെയിലിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യമല്ല. അതെൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ എഴുതിയാണ് ഒരുപാട് പ്രതീക്ഷകളോടെ ഡോക്ടറെ കാണാമെന്നുള്ളത്. പിന്നെ അങ്ങനെയുള്ള കമൻറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിരുന്നു. ഞാൻ ഒരിടത്തും പ്രഗ്നൻസി എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, വീഡിയോസിലും പറഞ്ഞിട്ടില്ല. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട് കണ്ണിൻ്റെ കാര്യമാണ്, നല്ല സസ്പെൻസ് ഇട്ട് ലാസ്റ്റ് വരെ കൊണ്ടുപോയിട്ട് അയ്യേ പറ്റിച്ചേ കണ്ണിൻ്റെ സർജറി ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇന്ന് നേരെ പോവാം, പോയി പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്താം. പപ്പയും അമ്മയും വരുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം, എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇറങ്ങാം. ഞാൻ ഫുൾ റെഡി ആയിട്ടില്ല, റെഡിയായി തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഞാൻ ബാക്കി പോയി റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഞാൻ ലുലുവിലൊക്കെ പോയി. അതിൻ്റെ കുറച്ച് ചെറിയൊരു ക്ലിപ്പ് കണ്ടില്ല. അവിടെ പോയിട്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോയി ഷോപ്പ് ചെയ്തിട്ട് വരുമായിരുന്നു. അതിനുശേഷം ഇവിടെ വീട് ക്ലീനിങ്ങിൻ്റെ കണ്ടില്ലേ, ഞങ്ങൾ കട്ടിലൊക്കെ മാറ്റിയിട്ടെന്ന് വെച്ചാൽ ആ റൂമിലേക്ക് ഞങ്ങൾ കട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇന്ന് പുതിയ കോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അവർ 3 പീസായിട്ട് ഇളക്കിയല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെ കൊണ്ട് തന്നെ ഈ കട്ടിൽ നമുക്ക് 3 പീസായിട്ട് മാറ്റിയിട്ട് ഇത് അപ്പുറത്തെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് പുതിയ കോട്ട് നമ്മൾ ഇവിടേക്കാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തൂത്തു തുടച്ചു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഇനി എനിക്കിവിടെ ടേബിളിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ആ പരിപാടി മാത്രമേ ഉള്ളൂ. അതൊന്നും കാണുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, അവിടെ കുറച്ച് അലങ്കോലമായിട്ട് കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെന്താ, സർജറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഒരു ചെക്കപ്പ് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി പാക്കിംഗ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് മാത്രം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കറക്റ്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഷൈവയിൽ നിന്ന് കുറച്ച് ഇന്നേഴ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇന്നേഴ്സും ഒരു നൈറ്റ് വെയർ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ഇന്നേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കരുതി എന്തായാലും ഈ വീഡിയോയുടെ കൂട്ടത്തിൽ അതങ്ങ് പൊക്കോട്ടെ എന്ന് കരുതി. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കത് കാണിച്ചു തരാവേ. ഈ പല പല കളേഴ്സും പല പല ടൈപ്പ്, നമ്മൾ ഓരോ സ്ലീവ്ലെസ് ഇടുമ്പോൾ അങ്ങനെ പല പല ടൈപ്പിനുള്ള ഒരു 4 ഇന്നേഴ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ നൈറ്റ് വെയർ, കാണിക്കാം. ശരിക്കും നല്ല പ്രോഡക്റ്റ് ആട്ടോ. ചിലവരൊക്കെ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കാറുണ്ട്, ചില കോസ്റ്റ്യൂമൊക്കെ ഇടുമ്പം അതിനെങ്ങനെയാണ് നമ്മൾ ഇന്നർ സെലക്ട് ചെയ്യുന്നത്, പുറമേ കാണില്ല എന്നൊക്കെ. പല ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഒരു ടൈപ്പ് എന്താ പറയുക, ലെതറൊക്കെ വന്നിട്ടുള്ളതാണ്. ലേസിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നല്ലൊരു എനിക്ക് നല്ലൊരു ഹെവി കവറേജും കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ സ്ട്രാപ്ലെസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടുത്തെ ഈ ക്ലിപ്പ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ക്ലിപ്പ് റിമൂവ് ചെയ്യാം. അപ്പം നമുക്കിത് സ്ട്രാപ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ലേസ് വർക്കും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതുകൊണ്ട് നമ്മളിപ്പം ഒരു ഷർട്ട് ഓപ്പൺ ആയിട്ട് ഇട്ടിട്ട് ഈ ഇന്നർ മാത്രം അകത്തിട്ട് ഒരു ജീൻസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ എനിക്ക് പിങ്ക് കണ്ടപ്പം നല്ല ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ പിങ്ക് കളർ എടുത്തേ. ഇതൊരെണ്ണം. പിന്നെ ഞാൻ മേടിച്ചത് ഒരു ബ്ലാക്ക് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് വന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. കാര്യം നമ്മുടെ വൈഡ് നെക്കും കാര്യങ്ങളൊക്കെ ഇടുന്ന ടൈമിൽ നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ വൈഡ് നെക്ക് ഇടുമ്പം ഇന്നേഴ്സ് ഒന്നും പുറമേ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ള ഒരു ഇന്നറാണ്. കണ്ടോ, നമുക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും, നമുക്കൊക്കെ പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. ഇത് ഞാൻ ഓൾറെഡി ഒരെണ്ണം മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും റീഫിൽ ചെയ്തതാണ്, വീണ്ടും മേടിച്ചത് കേട്ടോ. പിന്നീട് ഞാൻ അവരുടെ അടുത്തേക്കുന്നത് ഭയങ്കര തിൻ പാഡഡ് ആയിട്ടുള്ളൊരു ഇന്നറാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാം, നമുക്ക് ചൂടും കാര്യങ്ങളൊന്നും എടുക്കത്തില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തിൻ മെറ്റീരിയലുള്ള നല്ല കവറേജ് കിട്ടുന്ന ഒരു നോർമൽ പാഡഡ് ഇന്നറാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഏറ്റവും അത്യാവശ്യം നമ്മൾ ടീഷർട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ടീഷർട്ട് ഇത് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടീഷർട്ടിന് മേലെ കൂടെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം ഇതും നല്ല കവറേജ് കിട്ടുന്ന ടീഷർട്ടാണ്, ഡീപ്പ് നെക്കാണ്. ഇപ്പം നമ്മുടെ കോളറുള്ള ടീഷർട്ടാണ്, ഇപ്പോൾ വീനെക്കാണ്, താഴോട്ട് ഇറങ്ങിയിരിക്കുവാണെങ്കിലും ഇത് നല്ല കവറേജും കിട്ടും, പക്ഷെ പുറമേ കാണത്തുമില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു 4 ടൈപ്പാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഈ ഇന്നേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ആവശ്യമുള്ളവർ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതെൻ്റെ ഒരു നൈറ്റ് വെയർ. ഇത് ഞാൻ എന്തായാലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതാ കണ്ടോ, ഒരു ബ്ലൂ കളർ ഇതും അതിൻ്റെ കൂട്ടത്തിൽ ബ്ലൂ കളർ പാൻസും വരുന്നത്. അപ്പോൾ ഞാൻ ഈ ബ്ലൂ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ജസ്റ്റ് എനിക്ക് എന്തായാലും ഞാനൊന്ന് വാഷ് ചെയ്യും, കാര്യം ഹോസ്പിറ്റൽ യൂസിന് വേണ്ടിയിട്ടല്ലേ. ഇത് വാഷ് ചെയ്യണം. പിന്നെ നമ്മൾ കൊണ്ടുപോകാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇന്നേഴ്സും വാഷ് ചെയ്യണം. പിന്നെ അവിടെ റൂമിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ആ പരിപാടി ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളൊരു മെയിൻ പരിപാടി എന്ന് പറയുമ്പം
കണ്ണിലൊഴിക്കാൻ മരുന്നുണ്ട്. നമ്മുടെ സർജറിക്ക് 3 ദിവസം മുൻപായിട്ട് 4 നേരം ഈ 2 ഐ ഡ്രോപ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഒന്ന് ഡ്രൈനസിന് വേണ്ടിയിട്ടുള്ളതാണ്, വേറെ ഇത് എനിക്ക് എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെനിക്ക് ഡ്രൈനസിൻ്റെ ആണെന്നറിയാം. 4 നേരം യൂസ് ചെയ്യണം. ഓൾറെഡി എനിക്ക് കണ്ണ് കുറച്ച് ഡ്രൈനസ് ഉണ്ട്, അപ്പം ഇതും കൂടെ യൂസ് ചെയ്യാണ്ടിരുന്ന ഒട്ടും നടക്കില്ല. ഇത് കറക്റ്റ് സർജറിക്ക് 3 ദിവസത്തിന് മുൻപേ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, മരുന്നൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ, കറക്റ്റായിട്ട് 4 നേരം ഓരോ തുള്ളി വീതം ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. കറക്റ്റ് ഭയങ്കര ഫോളോ അപ്പ് ആട്ടോ അവർ. പിന്നെ ഇന്നും വിളിച്ചിരുന്നു, നാളെയാണ് സർജറി, കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തു. ഫുഡ് കഴിച്ചിട്ടേ വരാവുള്ളൂ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഒഴിച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പം നമുക്ക് അടുത്ത ഐ ഡ്രോപ്പ് യൂസ് ചെയ്യാം. ഇതിപ്പം പപ്പയും അമ്മയും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. പപ്പ അമ്മ വീട്ടിൽ നിന്ന് തിരിച്ചു. രാത്രി ഒരു 7:30 ആകുമ്പം എത്തുവേ. 7:30 എത്തും. പോയി വിളിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഊബറിലായിരിക്കും അവർക്ക് ബുക്ക് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആ സമയം എനിക്ക് നമ്മുടെ ഈ സർജറിക്ക് മുൻപായിട്ട് ചെയ്ത് തീർക്കേണ്ട കുറേ പ്രൊമോഷൻസ് ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ചെയ്ത് വെക്കണം. കാര്യം ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കോസ്മെറ്റിക്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് പ്രൊമോഷൻ പ്രോഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ സാധനങ്ങളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് വെക്കണം. എൻ്റെ എഡിറ്റിംഗ് ടീമിൻ്റെ കയ്യിൽ ഇതെല്ലാം ഹാൻഡ് ഓവർ ചെയ്ത് കറക്റ്റ് പ്രോപ്പർ ഓർഡർ ആക്കണം. അത് ചെയ്യണം. പിന്നെ കുറേ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോസിന് ഓവർലാപ്പ് ചെയ്യണം. കാര്യം സർജറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3-4 ദിവസത്തേക്ക് ഫോണും ലാപ്ടോപ്പും ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴേ വീഡിയോസ് എല്ലാം കണ്ട് ഓവർലാപ്പ് ചെയ്താൽ അത് നടക്കത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. പിന്നെ അമ്മ വരുന്നതിന് മുമ്പ് അമ്മ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട് എനിക്ക് വൃത്തിയാക്കി കണ്ണാടി പോലെ ഇടണം. ആദ്യമായിട്ടാണ് അമ്മ വരുന്നത്. അപ്പം റൂമിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള പരിപാടികളേ ഉള്ളൂ. അപ്പം ഈ ഒരു മരുന്നും കൂടെ ഒഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ മരുന്നിൻ്റെ പരിപാടി കഴിയും. ഓക്കെ, അപ്പോൾ ആ മരുന്നും ഒഴിച്ചു കഴിഞ്ഞു. ഓക്കെ, ബാക്കി നമുക്കിനി അമ്മ വന്നിട്ട് കാണാം. താഴത്തെ പപ്പയും അമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ കോള് വരുന്നു. ഞാൻ അവർക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ കട്ട് ചെയ്തതും കോള് വന്നതും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഞാനത് അവിടെ നിർത്തി വെച്ചിട്ട് താഴെ പോയി പപ്പേനെ അമ്മേനെ വിളിച്ചിട്ട് വരാവേ. ഹലോ, കട്ടായി. നമുക്ക് എന്തായാലും താഴത്തേക്ക് പോവാം കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് പപ്പേനെ അമ്മേനെ കാണുന്നത് വരെ. കുറച്ച് ദിവസം ഇവിടെ കാണും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ആദ്യമായിട്ടാണ് പപ്പയമ്മ നിൽക്കാൻ വരുന്നത്. നോക്കാം. അതും ഇത്ര നാളും ഞാൻ അമ്മയുടെ വീട്ടിലല്ലേ പോയത്. ഇത്തവണ അമ്മ എൻ്റെ വീട്ടിൽ വരിക. എനിക്ക് അതാണ് ഒരു എക്സൈറ്റ്മെൻറ്റ്. ഒരു വേറൊരു ഫാമിലിയിലേക്ക് ഞാൻ സെറ്റിൽഡ് ആയി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഫാമിലിയിലേക്ക് പപ്പയും അമ്മയും നിൽക്കാൻ വേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കിപ്പം ഈ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. എന്തായാലും നമുക്ക് നോക്കാം. ഹലോ, ഞാൻ താഴെ ഉണ്ട്. ജംഗ്ഷനിലായിട്ടേ ഉള്ളൂ. എത്തിന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. ഓക്കെ, ബായ്. അവരോട് എത്തിയിട്ടുണ്ട്, ഇപ്പം വരും. എനിക്ക് ചിരി വരുന്നു. ഇന്നത്തെ എൻ്റെ ഫുഡിൽ പപ്പയും അമ്മയും മയങ്ങി വീഴണം. അല്ല, അങ്ങനെ മയങ്ങി വീഴണം എന്നല്ല, അവരെനിക്ക് കയ്യിലെടുക്കണം. അതോടെ വന്നിട്ടുണ്ട്. അമ്മ കാറിനുള്ളിൽ ഇരുന്ന് ചിരിക്കുമായിരിക്കും. ഇവിടെ നിർത്തൂ, ഇവിടെ ലൈറ്റ് ഉള്ളൂ. ബാക്കിൽ വണ്ടി മാറ്റി കൊടുക്കടാ. മതി, നിർത്ത്. ശല്യം. പപ്പയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. പപ്പ അന്തം വിട്ടിരിക്കുന്നു. നീ ആദ്യം ഇറങ്ങി. എസിക്കുള്ളിൽ ഇരുന്നിട്ട് ഛർദിക്കാൻ വരുന്നോ? ഓ, ട്രെയിൻ യാത്ര. അയ്യേ ഈശ്വരാ.
വയ്യ കേട്ടോ. പപ്പ എവിടെ? ദുഷ്ട. പപ്പ എവിടെ? പപ്പ യാത്ര തളർന്നല്ലേ? എറണാകുളം വരെ യാത്ര ചെയ്ത് രണ്ടുപേരും ഓട്ടോയിലോ? ബാ, ഓഫീസിൽ പോവാന്ന് പറയുന്നുണ്ട്. എനിക്ക് സംശയമുണ്ട് കേട്ടോ, രാത്രി 8:30 എന്താന്ന്. ഞാനോ? അവനോ? പാപ്പ അങ്ങടുത്തെ മിഠായി എവിടെ? എവിടെ? ഇത് എവിടെ നിന്ന് കിട്ടിയമ്മ? ഇത് കൊറിയൻ മിഠായി ആണല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം ഗായ്സ്. ഭയങ്കര പാടാ പൊട്ടിക്ക്. ബാലുവിനെ തന്നെ കൊടുക്കണം കേട്ടോ. എന്താ 1774. കൊച്ചോ? ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് എന്താ കൊണ്ടുവരാതെ? കിട്ടുന്ന വാരി എടുത്തോണ്ടെന്ന്, അടി ഉണ്ടാക്കി എടുത്തോണ്ടെന്നോ? ഷോ, ഇതൊന്ന് പിടിച്ചാൽ ആരെങ്കിലും ഈ ഫോണൊക്കെ പിടിച്ചേ. വന്ന യാത്ര കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഇതൊക്കെ കൊടുക്കണം. അയ്യോ, ഇതെന്നെ മുട്ടായിയാന്നേ ഇത്? നോക്കിയേ, എന്തോ ഇത്? നല്ല ഇത് കാണിച്ചത്. ഷുഗർ അരിച്ചിട്ട് കഴിച്ചോ? കൊള്ളാം കേട്ടോ, നല്ല മുട്ടായി. ചേട്ടാ എപ്പോ വരും? എടാ അത് ഇച്ചിരി ടേസ്റ്റ് എന്തരുമോ? ഇത് ബാലുവിനും. അമ്മ ഇന്ന് യാത്ര ചെയ്ത് തളർന്നു കേട്ടോ. സാധാരണ എൻ്റെ അടുത്ത് ഞാൻ ഇത്രയും യാത്ര ചെയ്ത് തരുമ്പോൾ ചോദിക്കും, നിനക്ക് എന്താ യാത്ര കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് സംസാരിക്കാത്തെ, എന്താ എന്നെ നോക്കാത്തെ, നീ എന്തിനാ പോയി കിടക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? യാത്ര ചെയ്ത് തളർന്നു പറയുന്നതിന്റെ കാരണം ഇതാ. വാ. അയ്യോ മാറ്റ അമ്മ 2 വർഷം എവിടെ നിൽക്കുമ്മ? 2 വർഷം മുന്നേയുള്ള ബർത്ത്ഡേക്കാണ് ഒരു ദിവസം വന്നത്. അല്ല രാത്രി കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേക്ക്. പിന്നെ അത് ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ഇന്നാ വരുന്നത്. ഇതുവരെ കടന്നിട്ടൊന്നുമില്ല, അന്ന് വന്നിട്ട് പോയി. ഒരുപാട് മാറ്റമുണ്ട് അല്ലേ? ഒരു റിക്ലൈനർ സോഫ മേടിച്ചു, ഇതൊക്കെ അന്നേ ഉണ്ടായിരുന്നു. പിന്നെ ആ ചെയറൊക്കെ മേടിച്ചു. അങ്ങനെ കാരണം അമ്മ പോയി കിടന്നു. അപ്പൊ കുറച്ചു നേരം എനിക്കിനി കുറെ നേരം കൊണ്ട് ഷൂട്ടുണ്ട്. എന്റെ ഫോണോടെ വെച്ചോ. ഓക്കെ, പക്ഷെ ഇവിടെ TV ഇല്ല, സീരിയലൊന്നും ഇല്ല. എന്ത് ചെയ്യും? അയ്യോ, സീരിയൽ ഇല്ലാതെ എങ്ങനെ ജീവിക്കും? പപ്പയൊക്കെ ഇനിയിപ്പോ ഞാൻ ലാപ്ടോപ്പിൽ എങ്ങനെ ഇട്ടുതരാം, അതേ പറ്റത്തുള്ളൂ. പിന്നെ നാളെ ഇനി സർജറിക്ക് രാവിലെ പോവല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. രാവിലെ ഇറങ്ങണം, ഒരു 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. പേടിയാവുന്നു. മയക്കത്തില്ല അതല്ലേ? അനസ്തേഷ്യ ഇല്ല. കണ്ണ് മരയിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. അനസ്തേഷ്യ ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സർജറിയുടെ ഒരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പപ്പ അമ്മ എത്തി, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ലാസ്റ്റ് ഞാൻ കഴിക്കുവാണ്. ഞാൻ ഇച്ചാനെ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇച്ചാൻ ഓൾറെഡി കഴിച്ചിട്ട് വന്നു. അതുകൊണ്ട് ഇച്ചാനെ കഴിക്കാൻ വെച്ചിരുന്നത് ഞാനിപ്പോൾ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ പോകണം അമ്മ. രാവിലെ 9:30 അവിടെ എത്തണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 8 മണിക്കെങ്കിലും ഇറങ്ങണം. രാവിലെ ബ്ലോക്ക് ആയിരിക്കും, ഓഫീസ് ടൈം അല്ലേ. അപ്പോൾ 8 മണിക്കെങ്കിലും ഇറങ്ങേണ്ടി വരും. അയ്യോ പേടിയാണ്. എല്ലാരും പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞു, എല്ലാവരും കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണ് ഓപ്പറേഷൻ നല്ല വിജയിക്കും. അങ്ങനെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. നോക്കാം നാളെ രാവിലത്തെ കാര്യം എങ്ങനെയായിരിക്കും. ടെൻഷൻ അടിക്കണ്ട, രാവിലെ ഇറങ്ങണം. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നമുക്കിനി സർജറിയുടെ നാളത്തെ വിശേഷങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ്.